ഒരു രാജ്യം ജനാധിപത്യ സ്വഭാവമുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അഥവാ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൂടെയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ 5 വർഷത്തേക്ക് ഒരു ഗവൺമെന്റിനെ ഭരണമേൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പലപ്പോഴും ഇത്തരം ഗവൺമെന്റുകൾ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന വസ്തുത ബോധപൂർവം അവഗണിക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് തോന്നിയതുപോലെ അധികാര ദുർവിനിയോഗം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഭരണഘടന ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ജനാധിപത്യ ബോധമുള്ള ഗവൺമെന്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ആ ഗവൺമെന്റ് എങ്ങനെയാണ് വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഗവൺമെന്റ് ജനങ്ങളാണ് പരമാധികാരികൾ എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഗവൺമെന്റിനെ കടുത്ത ഭാഷയിൽ പോലും വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ്. അതേസമയം ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഗവൺമെന്റ് ചെറിയ വിമർശനങ്ങളെ പോലും ശക്തമായിട്ട് അടിച്ചമർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അടിച്ചമർത്തുന്നത് പലപ്പോഴും നിയമപരമായ രീതിയിലോ അഥവാ അനാവശ്യമായിട്ട് കേസെടുക്കുക, ജാമ്യം കൊടുക്കാതിരിക്കുക, ജയിലിലിട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അഥവാ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചോ അണികളെ ഉപയോഗിച്ചോ വിമർശിക്കുന്നവരെ ഫിസിക്കലായിട്ട് അടിച്ചമർത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ വിമർശനങ്ങളെ അടിച്ചമർത്തുന്നത് ഏകാധിപത്യ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഗവൺമെന്റുകൾക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് വിമർശനം ഉന്നയിക്കുക, വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ഒരു ജനാധിപത്യ ബോധമുള്ള പൗരൻ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇത്തരം ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയാണെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയാണ് പതിവ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റിന്റെയോ നമ്മളുടെയോ നിലപാടുകളിൽ കാലം കഴിയും തോറും മാറ്റങ്ങൾ വരാമെന്നുള്ളതും അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ഈ ഗവൺമെന്റിനോട് എതിരായിട്ട് നിലപാടുള്ള ആളുകളോ ആവാമെന്നുള്ളതാണ്. അങ്ങനെ നാളെ നമ്മളോ നമ്മുടെ അടുത്ത തലമുറയോ ഇതേ ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മുൻപ് പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിച്ച അതേ അടിച്ചമർത്തലുകൾ, ഏകാധിപത്യ പ്രവണതകൾ നമുക്കെതിരെയും ഉപയോഗിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഗവൺമെന്റ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത ഗവൺമെന്റ് ആണെങ്കിലും ഏകാധിപത്യ സ്വഭാവം കാണിച്ചു തുടങ്ങിയാൽ ജനാധിപത്യ മാർഗത്തിലൂടെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തം.